ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു വാർത്ത സ്റ്റുഡിയോ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റുഡിയോ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മുസ്ലിം സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇസ്ലാം മത വിശ്വാസികളിൽ ഒരു ചെറിയ വിഭാഗമുള്ള ചെറിയൊരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ മൊത്തം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ കീഴിലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അതല്ല, അത് ആ ഒരു സംഘടനയുടെ മാത്രം തീരുമാനമാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഈ സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഷാലോം ടിവിക്കകത്ത് കഴിഞ്ഞ ദിവസം ഒരു ഫാദറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ശരിക്കും ഇദ്ദേഹം പറയുന്നത് പച്ചയ്ക്ക് വർഗീയതയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഇവിടെ ഇസ്ലാം മത വിശ്വാസികൾ മാത്രമാണോ ഇത്തരത്തിൽ ആഹ്വാനം ചെയ്യുന്നത്? കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം, ഒരു ചർച്ചിൽ വർഗീയപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ 3 കന്യാസ്ത്രീകൾ ആ മഠത്തിൽ നിന്നും ഇറങ്ങി പുറത്തു വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു, നിരന്തരം ഒരു സമുദായത്തിനെതിരെ പച്ചയ്ക്ക് വർഗീയതയാണ് ഈ മഠങ്ങളിൽ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മദ്രസ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം മോസ്കിൽ ഒരു പണ്ഡിതൻ നിന്നുകൊണ്ട് ഏതെങ്കിലും മതവിശ്വാസത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവർ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കണമെന്നല്ലോ, അവർ സ്ഥാപനങ്ങൾ കയറി നിങ്ങൾ സാധനം വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ നാടിൻ്റെ ഒരു അവസ്ഥ എന്താകും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഈ സമുദായത്തിലുള്ളവർ തന്നെ ആ സ്പോട്ടിൽ പ്രതികരിക്കും. അതാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. സ്റ്റുഡിയോയ്ക്കെതിരെ വരുന്ന ഈ ഒരു പ്രക്ഷോഭത്തിൽ ഇപ്പൊ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ ഈ കടകളിലേക്ക് ഇടിച്ചു കയറി സാധനങ്ങൾക്ക് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ ഈ ജനങ്ങൾ സ്വസ്ഥതയും സമാധാനത്തിൽ ജീവിച്ചു പോകുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അല്ലെങ്കിൽ ഒരു സംഘടന ഇവിടെ രാജ്യത്ത് ഭരണഘടന അനുവദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെതിരെ മാന്യമായ രീതിയിൽ പ്രക്ഷോഭം നടത്താൻ അല്ലെങ്കിൽ സമരം ചെയ്യാൻ ഇവിടെ എല്ലാവരും അനുവദിക്കുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യവും കൊണ്ട് ഹലാൽ ഹോട്ടലുകൾക്കെതിരെയും ഹലാൽ ബോർഡ് വെച്ച കടകൾക്കെതിരെയൊക്കെ ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിനെതിരെ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഇവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ആധികാരികമായ രീതിയിൽ ഈ പറയപ്പെടുന്ന ഫാദറിന് നല്ല രീതിയിൽ നല്ല മറുപടി നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. കാരണം ഇവരെ പോലുള്ള പുരോഹിതന്മാരാണ് ഈ നാട്ടിൽ വിഭാഗിത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉസ്താദ് പറയുന്ന മറുപടി ഒന്ന് കേട്ടു നോക്കാം. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും ഹിന്ദുക്കളുമായിട്ടുള്ള ഈ നാട്ടിലെ മനുഷ്യർ ഇവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാലോ? ഈ ദേശീയ സ്വഭാവമുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ടാറ്റ പോലെയുള്ള ഒരു സംവിധാനത്തെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്താൽ നാളെ ഞങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വളരെ അന്ധമായി ഇത്തരം രാജ്യവിരുദ്ധ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. അരുതേ പിതാവേ, നിങ്ങൾ ഞങ്ങളെ ബഹിഷ്കരിക്കരുതേ. നിങ്ങൾ ഒന്നിച്ച് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോകും. അത് കണ്ട് നിങ്ങൾ തന്നെ അവസാനം സങ്കടപ്പെടേണ്ടി വരും. ലോക മുസ്ലിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് നിങ്ങളുടെയൊക്കെ കനിവുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന ഈ ഉണ്ടല്ലോ, ഈ ലോഹ, ഇതിന് എല്ലാ സമൂഹങ്ങളും വലിയ വില കൽപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അതിനോട് താതാമ്യമുള്ള അനുസൃതമായ വാക്കായിരിക്കണം. അങ്ങ് ഈ പറഞ്ഞതിൻ്റെ ഗൗരവം അങ്ങക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങ് എന്തിനാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങളെയൊക്കെ ഞങ്ങൾ ബഹിഷ്കരിക്കാൻ പോകാണെന്ന് പറഞ്ഞത്? എന്തിൻ്റെ പേരിലാണ്? അങ്ങ് ആ കൂട്ടത്തിൽ ഒരു പരാമർശം നടത്തി, രാജ്യവിരുദ്ധ സമരം, രാജ്യവിരുദ്ധ പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ള വളരെ അംഗസംഖ്യക്കുറവുള്ള ഒരു പ്രസ്ഥാനമാണ് ടാറ്റയുടെ ബിസിനസ് സംരംഭങ്ങൾക്കെതിരെ ബഹിഷ്കരണാഹ്വാനം നടത്തിയിട്ടുള്ളത്. ആ ബഹിഷ്കരണാഹ്വാനത്തെ മുഖ്യധാര മുസ്ലിമീങ്ങൾ പിന്തുണക്കുന്നുമില്ല. കേരളത്തിലെ ഏതെങ്കിലും തലമുതിർന്ന മുസ്ലിം പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം ആരെങ്കിലും അത്തരം സമരാഹ്വാനത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടിരുന്നു? അത് ഉണ്ടായിട്ടില്ല എന്നിരിക്കെ തന്നെ നിങ്ങൾ ചാനൽ വന്നിട്ട് പറയാണ് രാജ്യവിരുദ്ധ, ദേശവിരുദ്ധ എന്നൊക്കെ വാക്കുകൊണ്ട് ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പം അങ്ങയോട് വളരെ ആദരവോടുകൂടി ചോദിക്കാനുള്ളത്, ഇന്ത്യയുടെ അകത്തുള്ള ഒരു രാജ്യ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ബിസിനസ് സംരംഭം ആയിക്കോട്ടെ, ഒരു ബിസിനസ് സംരംഭത്തിനെതിരെ നമുക്ക് സമരം ചെയ്യാൻ കഴിയില്ലേ? ഇല്ലോ, സമരം ചെയ്യാൻ ഇവിടുത്തെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞം പോർട്ടിനെതിരെ ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ പ്രിയപ്പെട്ട പിതാവിനെ അറിയുന്നതല്ലേ? കേരളവും കേന്ദ്രവും ഒരുപോലെ കൈകോർത്ത് നിർമ്മിക്കാൻ പോകുന്ന പോർട്ടിനെതിരെ എങ്ങനെയായിരുന്നു നമ്മുടെ സമരം നടത്തിയത്? ആ വീഡിയോ നമുക്കൊന്ന് കാണാം. സമരം പോർട്ട് മുഖത്തേക്ക് ഞങ്ങൾ മാറ്റുകയാണ്. പോർട്ടിന് അക്ഷരാർത്ഥത്തിൽ നിർത്തിവെക്കത്തക്ക രീതിയിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ഇടവുകളുടെ നേതൃത്വത്തിൽ തുറമുഖത്തിന്റെ പ്രധാന കവാടം ഉപരോധിക്കും. പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തുറമുടക്കിയാകും സമരത്തിനെത്തുക. ഈ വീഡിയോ കാണുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇവിടെ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഒരു ചെറിയ സംഘടന നടത്തിയ പ്രക്ഷോഭം ഡാറ്റയുടെ ബിസിനസ് സംരംഭത്തിനെതിരെയാണ്. നമ്മൾ ഈ നടത്തുന്ന സമരം ആർക്കെതിരെയാണ്? രാജ്യം ഭരിക്കുന്ന പാർട്ടി, കേരളം ഭരിക്കുന്ന പാർട്ടി ഒന്നിച്ച് കൈകോർത്ത് നടത്തുന്ന ഒരു സംരംഭത്തിനെതിരെയാണ്. ഇത് രാജ്യവിരുദ്ധമാണോ? അല്ലെന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ടല്ല? ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാതെ നടത്തുന്ന സമരാഹ്വാനങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് രാജ്യവിരുദ്ധം, ദേശവിരുദ്ധം. അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ദേശവിരുദ്ധ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മൂല്യങ്ങൾ, രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ നടത്തുന്നതാണ് രാജ്യവിരുദ്ധ സമരവും പ്രക്ഷോഭങ്ങളും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഭരണഘടനയെ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും മാന്യമായ രൂപത്തിൽ സമരം നടത്തുവാനും പ്രതിഷേധം നടത്താനും ഒക്കെയുള്ള അവകാശങ്ങൾ ഭരണഘടന തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് ഒരു കാര്യം കൂടി ബഹുമാനപൂർവ്വം ചോദിക്കുകയാണ്. നമ്മുടെ പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഒക്കെ വെച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു വിധി തീർപ്പ് നടത്തിയിരുന്നല്ലോ നമ്മുടെ വനം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി. ആ വിധി തീർപ്പിന് പൂർണ്ണാർത്ഥത്തിൽ സഭകളെല്ലാം അംഗീകരിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ പ്രസ്താവനകൾ നടത്തിയില്ലേ? എഴുത്തിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, പത്രസമ്മേളനങ്ങളിലൂടെ. ഇതൊക്കെ രാജ്യവിരുദ്ധമാണോ? ആണോ? അല്ലെന്നല്ലേ നമ്മൾ പറയാറ്? എന്തുകൊണ്ട്? ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരല്ല എന്ന് നമ്മളതിന് മറുപടി പറയാറുള്ളത് അല്ലേ? എന്നാൽ ഇവിടെ സുപ്രീം കോടതി വിധിക്കെതിരെയല്ല, കേരളവും കേന്ദ്രവും കൈകോർത്ത ഏതെങ്കിലും ഒരു പദ്ധതിക്കെതിരെയല്ല, ഒരു ബിസിനസ്സുകാരന്റെ ബിസിനസ് സംരംഭത്തോട്. അതാണെങ്കിലോ മുഖ്യധാര മുസ്ലിമീങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണക്കുന്നുമില്ല. മുസ്ലിംസ് എന്തിനാണ് മുസ്ലിമീങ്ങളെ മുഴുവനും ഇതിലേക്ക് വലിച്ചിടുന്നത്? അപ്പം നിങ്ങളുടെ മനസ്സൊരു കാസക്കാരന്റെ മനസ്സാണെന്ന് ഞാൻ പറഞ്ഞാൽ വിഷമം തോന്നുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുക? ഇവിടെ മുസ്ലിം സമുദായം മാത്രം മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് സാധനം മേടിച്ചാൽ മതിയോ? ഒരു ചോദ്യമാണ്. അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം കൂടെ പറയാം. RSSകാര് അല്ലെങ്കിൽ BJP സംവിധാനങ്ങൾ പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ എന്ന് വിളിക്കാവുന്ന കുറെ ആളുകൾ, അതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു? ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഹൈന്ദവ തീവ്ര സ്വഭാവമുള്ള ചില വിഭാഗങ്ങൾ ഒരു ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്ന അതേ ശൈലി തന്നെയാണ് മറുവശത്ത് ഇവിടെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളിൽ രൂപപ്പെടുന്ന ഭക്ഷണമേ ഞങ്ങൾ കഴിക്കൂ, മറ്റുള്ളവരും അത് കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഹലാൽ എന്ന് പറയുന്ന സംവിധാനം. ലോഹക്കുള്ളിലെ കലാകാരനായ പ്രിയപ്പെട്ട പിതാവേ, കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ എപ്പോഴാണ് ഈ ഹലാൽ ബോർഡ് തൂങ്ങാൻ തുടങ്ങിയത്? എനിക്ക് നിങ്ങൾക്കൊക്കെ ബാല്യം ഉണ്ടായിരുന്നല്ലോ. ഈ ബാല്യത്തിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടുപുറങ്ങളിലുള്ള ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നു. മുസ്ലിം വിഭാഗത്തിന്റെ ഇല്ലായിരുന്നല്ലോ അല്ലേ? എപ്പോഴെങ്കിലും മലപ്പുറം ജില്ലയിൽ പോകുകയാണെങ്കിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തണല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങി പാർക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഉള്ള ജില്ലയാണല്ലോ മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ലയിലെ നല്ലൊരു ശതമാനം ഹോട്ടലിന്റെ വാതിക്കയും ഹലാൽ ബോർഡ് ഉണ്ടാവില്ല. ഹലാൽ ബോർഡ് നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ തൂങ്ങാൻ തുടങ്ങിയത് ടൂറിസം മേഖലയുടെ അതിപ്രസരവും ടൂറിസം മേഖലയുടെ സാധ്യതകളൊക്കെ സജീവമായി തുടങ്ങിയപ്പോൾ, ജനങ്ങളെല്ലാം കാട്ടിലും വീട്ടിലും ഒക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മുടെ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാലുള്ള സ്ഥലങ്ങളിൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി അവരാണ് ഈ ഹലാൽ ബോർഡ്. ഞങ്ങളിവിടെ വെക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എല്ലാ സമൂഹത്തിനും കഴിക്കാം, പ്രത്യേകിച്ച് മുസ്ലിമുകൾക്ക് ഇത് ഹലാൽ ചെയ്ത മാംസങ്ങളാണ് എന്ന് ആളുകൾക്ക് തോന്നാൻ വേണ്ടിയാണ് ഹലാൽ ബോർഡ് വെച്ച് തുടങ്ങിയത്. എന്നാൽ ഇനിയിപ്പോൾ ഇതിലും നല്ലൊരു മറുപടി ഇനി ഇവറ്റകൾക്ക് കൊടുക്കാനില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം. ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ ഷാലോം TV നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് നിരന്തരം വന്നിരുന്നുണ്ട്. പച്ചയ്ക്ക് വർഗീയത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒന്നാന്തര സെപ്റ്റി ടാങ്കാണിത്. കാസ വിഭാഗത്തിൻ്റെ ഒരു ചാനലാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയോ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു സമരവുമായിട്ട് മുന്നോട്ടിറങ്ങിയാൽ അത് ഈ നാട്ടിലുള്ള കംപ്ലീറ്റ് മുസൽമാൻ്റെ തലയിലേക്ക് കൊണ്ട് കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഇവരെപ്പോലുള്ള ഊളകളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തിരിച്ചറിയണം. ഈ സ്റ്റുഡിയോ വിഷയം വന്ന സമയത്ത് ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ലൈവായിട്ട് ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് ഡ്രസ്സ് എടുത്ത് ഇടുന്നതൊക്കെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിശദമായിട്ടുള്ള വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും